ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തില് പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ അതിഥി എത്തി. എന്നാൽ ആ അതിഥി ഇന്ത്യവരത്തെ തന്നെ തകർക്കാൻ കെൽപ്പുള്ള വലിയൊരു രഹസ്യവും കൊണ്ടാണ് വരുന്നത് എന്ന് ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ ആ ഒരു അതിഥിയുടെ വരവോടുകൂടി, ആ അതിഥിയുടെ പേര് തന്നെ നമ്മുടെ സജയൻ എന്നാണ്, സജയന്റെ വരവോടുകൂടി തന്നെ ഇന്ത്യവരത്തിലെ താളം തെറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലക്ഷ്മിയോട് കള്ളം പറഞ്ഞിട്ടാണ് പവിത്ര പോയത്. പക്ഷെ പവിത്ര ഒരിക്കലും കള്ളം പറയത്തില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു ലക്ഷ്മി. എന്നാൽ ആ വിശ്വാസം തെറ്റുവാണ്. പവിത്ര നേരെ കാണാൻ പോയത് സജയനെയാണ്. അപ്പൊ സജയൻ പറഞ്ഞ ആ ഒരു ബസ് സ്റ്റോപ്പിലാണ് പവിത്ര എത്തിയതിന് ശേഷം നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സജയൻ വന്നു. സജയൻ പവിത്രയോട് സംസാരിക്കുകയാണ്. അപ്പോൾ പവിത്ര പറയുന്നത് ഒരിക്കലും എന്നെ വെറുതെ വിടണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ആ ഒരു സമയത്ത് ഒരു അറിവില്ലാത്ത പ്രായത്തിലായിരുന്നു ഞാൻ അങ്ങനെയെല്ലാം കാണിച്ചത്. അതിനിപ്പോ എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുവാണ്, എന്നോട് പൊറുക്കണം എന്നൊക്കെ പവിത്ര പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് സജയന് തയ്യാറല്ല. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഇത് സംസാരിക്കാൻ താല്പര്യമില്ല. എന്തായാലും അത് ഞാൻ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു സർപ്രൈസും കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് എന്ന്. ആ സർപ്രൈസും കൊണ്ടാണ് ഞാൻ വന്നത്. സജൻ ഒരിക്കൽ സർപ്രൈസ് എന്ന് പറയുമ്പോൾ പവിത്രയുടെ അച്ഛൻ. ഇന്ത്യവരത്തിലെ പവിത്ര വിവാഹം കഴിച്ച് ചെന്നതിന് ശേഷം ഇതുവരെയും തന്റെ അച്ഛനെയോ ബന്ധുക്കളെയോ കാണാനായിട്ട് പവിത്രയ്ക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛനും ആഗ്രഹമുണ്ടായിരുന്നു തന്റെ മകളെ കാണണമെന്ന്. ആ അച്ഛനെയാണ് സജയൻ കൊണ്ടുവന്നത്. കണ്ടുടനെ തന്നെ പവിത്ര ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. തന്റെ അച്ഛൻ ഒരു സമ്മാനവും കൊണ്ടാണ് പവിത്രയ്ക്ക് വന്നത്. അച്ഛൻ കള്ള് ഷാപ്പിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം, പവിത്ര ഞണ്ട് കറി, അങ്ങനെ താറാവ് കറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പവിത്രയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. എന്നാൽ പവിത്ര ഏറ്റവും കൂടുതൽ അച്ഛന്റെ വരവിനെ കാത്തിരുന്നത് അച്ഛൻ കൊണ്ടുവരുന്ന ഒരു കപ്പലണ്ടി മുട്ടായി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും കൊണ്ടാണ് വന്നത്. അങ്ങനെ ഇരുവരും ഒരു ഹോട്ടലിൽ പോയി സജയൻ അച്ഛന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാണ്. ആ സ്വാദിഷ്ട ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അച്ഛൻ സജയനോട് സംസാരിക്കുന്നത്. എന്നാൽ പവിത്ര പെട്ടെന്ന് പോയിട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്. എന്നാൽ ഇതുവരെയും പവിത്രയെ കാണാനില്ല. ആ ടെൻഷനിലാണ് ഇപ്പോൾ ലക്ഷ്മിയും മോഹിനിയും ഒക്കെ. എന്നാൽ ഇതുവരെയും അരുന്ധതിയെ കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അരുന്ധതി അറിഞ്ഞതിന് ശേഷം അരുന്ധതി മോഹിനിയോട് ദേഷ്യപ്പെടുവാണ്. ഞാൻ ആദ്യമേ ഇവിടെ പവിത്രയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് ഒരു കുടുംബ മഹിമയില്ലാത്ത, സമ്പാദ്യമൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു പവിത്ര. അവളെ ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് ഞാൻ സമ്മതം മൂളിയിരുന്നില്ല. എന്നാൽ പവിത്രയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ അരുണിനെയും പവിത്രയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. എന്നാൽ നീയും ജഗന്നാഥനും എന്റെ കാല് വന്ന് പിടിച്ച് ഒരുപാട് കരഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ ഈ വീട്ടിൽ കയറ്റിയത്. എന്നാൽ ഞാൻ അന്ന് ഒരു നിബന്ധന മാത്രമേ വെച്ചുള്ളൂ, ഇനി മേലാൽ പവിത്രയുടെ ബന്ധുക്കളെയോ ആരെയും കാണാനായിട്ട് പാടില്ല. പവിത്രയുടെ അച്ഛനെയോ അമ്മയോ ബന്ധുക്കളെയോ ആരും പവിത്ര കാണാൻ പാടില്ല എന്നും, അതുകൊണ്ട് പവിത്രയെ പുറത്ത് വിടുന്നത് പോലും അത്രത്തോളം സൂക്ഷ്മമായിട്ടായിരിക്കണം എന്നുകൂടി അരുന്ധതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പവിത്രയുടെ ബന്ധുക്കളുമായിട്ട് പവിത്ര വീണ്ടും അടുക്കും, അവർ ഈ വീട്ടിൽ കയറി വരും. അങ്ങനെ അവരുടെ ആ സംസ്കാരമില്ലായ്മ കാരണം അവര് ഓരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ പിന്നെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും എന്നൊക്കെ അരുന്ധതി പറഞ്ഞുകൊണ്ടാണ് അവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്. എന്നാൽ ഇപ്പോ പവിത്ര ആരോടും ചോദിക്കാതെ പോയി. അതുകൊണ്ട് നീ എന്തുകൊണ്ട് മോഹിനി എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ മോഹിനിയോട് ചോദ്യം ചോദിച്ചു. അവസാനം മോഹിനി പറഞ്ഞു, ലക്ഷ്മി പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടതെന്നും, ലക്ഷ്മി ഇടത്തേക്ക് ഒരു ബ്ലൗസ് വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു, അങ്ങനെ ഞാൻ പവിത്രയെ വിട്ടതാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അരുന്ധതി ലക്ഷ്മിയോട് ചോദിച്ചു, നീ എന്ത് ധൈര്യത്തിലാണ് പവിത്രയെ പുറത്ത് വിട്ടത്? എന്നാൽ അരുന്ധതിയോട് ലക്ഷ്മി സത്യം പറഞ്ഞു. ഞാൻ ഒരിക്കലും ഏട്ടത്തിയോട് ഒരു കള്ളം പറഞ്ഞു. പവിത്ര ബ്ലൗസ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല പോയത്. പവിത്ര എന്നോട് വന്ന് കരഞ്ഞു പറഞ്ഞു, പവിത്രയുടെ കുഞ്ഞമ്മ വീണ് ഹോസ്പിറ്റലിലാണെന്നും, നട്ടിൽ പൊട്ടി ഹോസ്പിറ്റലിലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ എന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ശരി ഞാൻ സമ്മതിക്കാം, എന്റെ മനസ്സലിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ പവിത്രയെ പോകാനായിട്ട് അനുവദിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് മോഹിനിയോട് എന്റെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുവാണ്, അത് പവിത്ര പെട്ടെന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞയച്ചത്. എന്നാൽ അവൾ ഇത്രത്തോളം താമസിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന്റെ പേരിൽ സംസാരങ്ങൾ നടക്കുമ്പോൾ ഇവരുടെ സംസാരങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗിരിജ ഉടനെ വന്ന് പറഞ്ഞു, ഇപ്പോ പവിത്ര കള്ളം പറഞ്ഞിട്ടല്ല പോയത് എന്നതിന് എന്ത് ഉറപ്പാണുള്ളത്?
മോഹിനിയോട് അത് സ്വന്തം അമ്മായിയമ്മയോട് പറഞ്ഞത് ഇത് ബ്ലൗസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. പക്ഷേ ലക്ഷ്മിയോട് പറഞ്ഞത് തൻ്റെ കുഞ്ഞമ്മ ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് കാണാൻ പോകുന്നതെന്നാണ്. ചിലപ്പോൾ ലക്ഷ്മിയോടും കള്ളം പറഞ്ഞതല്ല എന്നത് എന്ത് ഉറപ്പാണുള്ളത്? കാരണം സ്വന്തം അമ്മായിയമ്മയോട് കള്ളം പറഞ്ഞ പവിത്ര ചിലപ്പോൾ ലക്ഷ്മിയോടും കള്ളം പറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ പുറത്തു വിട്ടത്? ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അവർ മതിൽ ചാടാനായിട്ട് കാത്തിരിക്കുന്നവരാണ് എന്നൊക്കെ ഗിരിജ ഓരോ കള്ളങ്ങൾ അവരോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന അരുന്ധതിയും മോഹിനി ഭയങ്കര ദേഷ്യത്തിലാണ്. എന്നാൽ ലക്ഷ്മി പറഞ്ഞു അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടി അല്ല എന്ന്. അവസാനം അരുന്ധതി ഒരു കാര്യം പറഞ്ഞു, ശരി പവിത്ര എവിടെ പോയി എന്ന് നമുക്ക് അന്വേഷിക്കണമല്ലോ, അതുകൊണ്ട് അരുണിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം അരുണിനെ വിട്ട് പവിത്ര ആരെ കാണാൻ പോയി, എവിടെ പോയി, എന്തിനു പോയി എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം, ഇനി അന്വേഷിച്ചേ മതിയാകൂ എന്ന് അരുന്ധതി പറഞ്ഞു. ഉടനെ അരുണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മോഹിനിയോട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണ്. ഈ സമയത്ത് ഗൗതമും നന്ദയും കൂടി അവരുടെ ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കുകയാണ്. ഗൗതം തൻ്റെ ജോലിയിൽ ലീവ് എടുത്തിരിക്കുവാണ്. നന്ദ ഇന്ന് കോളേജിൽ പോകണ്ട, നിനക്ക് വേറെ ദിവസം വേണമെങ്കിലും പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതേ ഉള്ളൂ, എന്തായാലും നമുക്ക് കരിക്ക് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോയാലോ? ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെയൊന്നുമല്ല, ഇനിയിപ്പോൾ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പാരന്റിങ് ആയി മാറും. ഇപ്പോൾ പുറത്തു പോകാനോ ഒന്നും പെട്ടെന്നൊന്നും പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ട് നമുക്കൊന്ന് കറങ്ങി അടിക്കാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് അരുൺ വന്നു. അരുണുമായിട്ട് അവർ സംസാരിക്കുവാണ്. പെട്ടെന്നാണ് അരുന്ധതിയുടെ കോള് വന്നത്, പവിത്ര ആരോ കാണാൻ പോയി എന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് അരുണിനെ വിളിച്ചു വരുത്തുവാണ്. അങ്ങനെ ഈ ഒരു കാര്യം ഗൗതമിനോടും നന്ദയോടും പറഞ്ഞപ്പോൾ നീ അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, പവിത്രയ്ക്ക് അവളുടെ ബന്ധുക്കളെ കാണേണ്ട ആവശ്യമില്ലേ എന്നൊക്കെ ചോദിച്ച് അവർ സംസാരിക്കുവാണ്. എന്നാൽ അരുണിനും പവിത്രയുടെ വിവാഹം നടന്ന കാര്യമൊന്നും നന്ദയോട് ഗൗതം പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി നന്ദ ചോദിക്കുകയാണ്. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ പവിത്രയും തൻ്റെ അച്ഛനും സജയനും കൂടി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പവിത്രയുടെ അച്ഛനെന്ന് പറയുമ്പോൾ ഒരു മുതലാളിയായിട്ട് ജീവിക്കണം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകണം, അങ്ങനെ മുതലാളിയായിട്ട് ജീവിക്കാനാണ് പവിത്രയുടെ അച്ഛന് ആഗ്രഹം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സജയൻ പവിത്രയെ തൻ്റെ അടുത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പവിത്രയുടെ അച്ഛനെ കരുവാക്കിയത്. അതുകൊണ്ട് പവിത്രയുടെ അച്ഛനോട് പറയുവാണ്, അമ്മാവന് ഇനി വേണമെങ്കിലും ഒരു അധികാരത്തോടു കൂടി ഒരു മുതലാളിയായിട്ട് ജീവിക്കാൻ പറ്റും, അതിനൊരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സജയൻ തൻ്റെ മനസ്സിലുള്ള ചില ഐഡിയ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ പവിത്ര പറഞ്ഞത് എനിക്കതൊന്നും പറ്റത്തില്ല, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്, ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല എന്ന് പവിത്ര പറയുകയും, എന്നാൽ നീ ഇതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും നിന്റെ അച്ഛനും കൂടി ഇന്ത്യവരത്തിൽ വന്നിട്ട് ഇത് നിന്റെ രണ്ടാം വിവാഹമാണെന്നും സജയനാണ് ആദ്യ ഭർത്താവ് എന്നുകൂടി ഞാൻ പറയും. ഒപ്പം അച്ഛനും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ രണ്ടും കെട്ട അവസ്ഥയിലാണ് പവിത്ര. എന്ത് ഇപ്പോൾ അവര് പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ കുടുംബജീവിതം അവര് തകർക്കും, സത്യങ്ങൾ വന്ന് വിളിച്ചു പറയും. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഇന്ത്യവരത്തിലുള്ള എന്റെ ആ ഒരു വില പോകും. പക്ഷെ എന്ത് കാര്യമാണ് സജയൻ ചെയ്യാൻ പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു സജയൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ഉടനെ തന്നെ പവിത്രയുടെ ജീവിതം തകർന്ന സംഭവമാണ് എന്ന് മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? പലരുടെയും ജീവിതങ്ങൾ തകർന്നിരിക്കുവാണ്. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഗൗതമിനും നന്ദയ്ക്കും പവിത്രയുടെ ജീവിതം രക്ഷിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.